പ്രിൻസ് പി ജെയിംസ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിലും സമാനമായ സാഹചര്യമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആദ്യത്തെ മണ്ണിടിച്ചിലിന് ശേഷം ഇന്നലെയൊക്കെ മഴ കുറച്ച് മാറി നിന്നത് ആശ്വാസകരമായിരുന്നു. പക്ഷേ ഇനി അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തലാണുള്ളത്. എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? തീർച്ചയായും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ ഉച്ചവരെ കാര്യമായ മഴ ജില്ലയിൽ ലഭിച്ചില്ല. അതിനുശേഷം വീണ്ടും അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലകൾക്ക് ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഹൈറേഞ്ചില് അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ മഴ വലിയ തോതിൽ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ നിലവിലുണ്ട്. എന്തായാലും ജില്ലയിലെ മുന്നൊരുക്കങ്ങളൊക്കെ നിലവിൽ ശക്തമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രികാല യാത്രാ നിരോധനമടക്കമുള്ള കാര്യങ്ങൾ അടിമാലി നേരിമംഗലം പാതയിലെ രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു പാതകളിലൂടെയും അപകടകരമായ രീതിയിലുള്ള രാത്രിയാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുണ്ടക്കയം കുട്ടിക്കാനം പാതയിലും വാഗമൺ പാതയിലും ഒക്കെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്ര നിർത്തിവെക്കണമെന്ന നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതുപോലെ വിനോദസഞ്ചാരത്തിന് ഉള്ള നിരോധനവും ജില്ലയിൽ തുടരുകയാണ്. എന്തായാലും ജില്ലയിൽ 3 അണക്കെട്ടുകൾ ഇപ്പോഴും തുറന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇരട്ടയാർ ഡാമും റെഡ് അലേർട്ടിലാണ്. എന്നാൽ വരും മണിക്കൂറുകളിലൊക്കെ മഴ ശക്തമായ മറ്റു ചെറുകിട ഡാമുകളിലൂടെയും വെള്ളം കൂടുതൽ ഉയരാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കല്ലാർ, പൊന്മുടി, ആനയിറങ്കൽ, ചെങ്കുളം മാട്ടുപ്പെട്ടി തുടങ്ങിയ ഡാമുകളിലൊക്കെ വെള്ളം ഉയരാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്നിരുന്നാലും മുല്ലപ്പെരിയാർ, ഇടുക്കി തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് നിലവിൽ ആശങ്കാജനകമല്ല. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ മഴ ശക്തമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 200-ലധികം ആളുകൾ വിവിധ താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 136 നിരവധി മേഖലകളിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. വലിയ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടായ മണ്ണിടിച്ചിൽ ഏകദേശം 70ഓളം ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത്ര സാഹചര്യങ്ങളിൽ 14 വീടുകൾ പൂർണ്ണമായും 86-ലധികം വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 70ഓളം റോഡുകൾ വിവിധ മേഖലകളിലായി 70ഓളം റോഡുകൾക്ക് കേടുപാടുകൾ പറ്റി എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒറ്റ ദിവസം മഴ കൊണ്ട് ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ എന്തായാലും വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം നേരിടുക. ശരി, പ്രിൻസ് ജെയിംസ് ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലും അതീവ ജാഗ്രത പുലർത്തുന്ന സാഹചര്യമാണ്. പത്തനംതിട്ടയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെയാണ് ഏറ്റവും രൂക്ഷമായ മഴക്കെടുതിയും സാഹചര്യങ്ങളും നിലനിൽക്കുന്നത്. അവിടെ വീണ്ടും അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് വരികയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴ ഓറഞ്ച് അലർട്ട് നിലനിന്നപ്പോൾ ഉണ്ടായതാണ്. അതാണ് ഈ അവസ്ഥയിലേക്ക് പത്തനംതിട്ടയെ എത്തിച്ചിരിക്കുന്നത്. അവിടെ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് വരുന്ന സാഹചര്യമാണുള്ളത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, നോക്കൂ, അവിടെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അവലോകന യോഗം നടന്നിരുന്നു. അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടി തന്നെയാണോ ജില്ലയിൽ കാര്യങ്ങൾ നടക്കുന്നത്? അത് ആശ്വാസകരമാണോ ഈ മുന്നറിയിപ്പിലും? രേണുക സൂചിപ്പിച്ച പോലെ തന്നെ അതിതീവ്ര മഴയ്ക്കൊരു മുന്നറിയിപ്പുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി 12 കൂടി പത്തനംതിട്ടയിലെത്തി. പത്തനംതിട്ടയിൽ ആറന്മുളയിലാണ് എത്തിയത്. ആറന്മുളയിൽ കോഴഞ്ചേരിയിൽ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു അവലോകന യോഗത്തിന് ശേഷമാണ് പിന്നീട് ആറന്മുള എത്തിയത്. ആറന്മുളയിൽ വിവിധ മേഖലകളിൽ, അതായത് ഈ ദുരിതബാധിതരായ ആളുകൾ താമസിക്കുന്ന മേഖല, ഒപ്പം ക്യാമ്പുകൾ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കും. ആ ക്യാമ്പിൽ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും കൃത്യമായി പിന്നീട് റാന്നിയിലേക്കുള്ള പോവുക. റാന്നിയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കടകളൊക്കെ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ദുരിതബാധിതരെയും കണ്ടതിന് ശേഷമായിരിക്കും പിന്നീട് മുഖ്യമന്ത്രി തിരികെ മടങ്ങിപ്പോയി. എന്തായാലും വലിയ രീതിയിൽ പത്തനംതിട്ടയ്ക്ക് ഒരു പരിഗണന നൽകുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകി. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ട ഒരു പരിഗണന നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കാലാവസ്ഥയ്ക്ക് ഒരു മുൻകൂട്ടി പ്രവചനം നടത്തത്തക്ക രീതിയിൽ ഏറ്റവും മുൻകൂട്ടി അറിയുന്ന സംവിധാനം നടപ്പിലാക്കും. ഈ പത്തനംതിട്ടയിലെ തന്നെ ഈ ദുരിതബാധിതരായ വീടുകളിൽ വെള്ളം കയറിയ ആളുകളുടെ വീടുകൾക്ക് 10,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. എല്ലാ സഹായവും സർക്കാർ
ചെയ്തിട്ടുണ്ട്. കാരണം മരുന്ന്, വെള്ളം അടക്കം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സഹായം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് വാർഡ് തലം തൊട്ട് നടപ്പിലാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഉടൻ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ട്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് നിലവിലുള്ള ചില വിമർശനങ്ങൾ, മുഖ്യമന്ത്രി വരാത്തതിനെ സംബന്ധിച്ചൊരു വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി കൃത്യമായി എത്തിയിട്ടുള്ളത്. എന്തായാലും CPM ഇക്കാര്യം ഉന്നയിച്ചതിനെ കുറിച്ച് പരിഹാസ രൂപേണയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. CPM പറയുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞത്. എന്തായാലും പത്തനംതിട്ടയിൽ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി 2 മന്ത്രിമാരെ ജില്ലയിൽ അയച്ചിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും വേണ്ടിയും നടപടികൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകാൻ വേണ്ടി രണ്ട് മന്ത്രിമാരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.